അവരെ വീടിന്റെ തൊട്ട് ബേക്കിൽ കൂടെ എന്റെ ആന ഇങ്ങനെ പാസ് ചെയ്ത് പോന്നു. അതിന്റെ ബേക്കിൽ കൂടെ ഫെൻസിങ് ഉള്ളത്. ഫെൻസിങ് ചില സമയത്ത് ഇല്ലല്ലോ. അപ്പൊ ഇല്ലാത്ത സമയങ്ങളിൽ ഓട്ടോ ഇല്ല സമയത്ത് ആന കിടക്കും. പിന്നെ അവരന്ന് ആന വരുമ്പോ വീടിനകത്തോട്ട് ഓടിക്കേറും. ദുരിതം തന്നെ ജീവിതം. അവരോട് പറഞ്ഞു, അരട്ടികളോട് പറഞ്ഞു ഞങ്ങളുടെ അരിയൊന്നും അങ്ങോട്ട് വരെ എത്തിക്കാൻ പറഞ്ഞു. അങ്ങനെ അവര് വണ്ടി കയറ്റി അരി പകുതി വരെ വണ്ടി തന്നു. പിന്നെ അവിടെ നിന്ന് അവര് ചുമന്ന് വീട്ടിലോട്ട് കൊണ്ടുപോകേണ്ട അവസ്ഥ വന്നു. പെട്ടെന്ന് ആ സമയത്ത് വല്ല ആനേനൊക്കെ കാണുവാണെങ്കിൽ എന്നാ ചെയ്യാൻ പറ്റും? ഒരു വട്ടം അവിടെ ഇങ്ങനെ വന്നിട്ട് അത് കണ്ടില്ല, റബ്ബറിന്റെ ആ സൈഡില് ഇടിച്ചത് ആനയായിരുന്നു. അവിടെ വരെ വന്നപ്പോ ഈ സാധനം കരിഞ്ഞു. ഈ അലറാം കരിഞ്ഞപ്പോഴത്തേനും കരിഞ്ഞപ്പോഴത്തേനും അത് തിരിച്ച് അതിന്റെ റബ്ബറിനകത്തോടെ കയറിപ്പോയി. ആ 2-3 വട്ടമായിട്ട് അങ്ങനെ ഇത് വെച്ച ഈ അലറാം വെച്ച പിന്നെ വന്ന് പോയിട്ടുണ്ട്. പിന്നെ വീടിന്റെ മുറ്റത്തോട്ട് അങ്ങനെ അടുക്കുന്നില്ലെന്നേ ഉള്ളൂ. നമസ്കാരം. അപ്പോൾ നമ്മളങ്ങനെ രമേശന്റെ വീടിന്റെ പരിസരത്ത് തന്നെയാണ് ഇന്ന് 2ാം ദിവസമാണ്. അതായത് കിണറിൻ്റെ പണി അവർ തുടങ്ങിയതിന് ശേഷമുള്ള 2ാമത്തെ ദിവസം. അപ്പോൾ അവരെന്തൊക്കെയാണ് പണിതിരിക്കുന്നതെന്നൊക്കെ ഒന്ന് കാണാനായിട്ട് വന്നിരിക്കുന്നതാണ്. ഏതായാലും അവർ 8-9 ദിവസം എടുക്കും ഇത് പണി തീർക്കാൻ എന്നാണ് പറഞ്ഞത്. നമ്മളിന്നലെ നമ്മളേതായാലും കഴിഞ്ഞ എപ്പിസോഡിൽ നിങ്ങൾ കണ്ടിരുന്നു. മഴയൊക്കെ ഉണ്ടായിരുന്നു. മഴയത്ത് തന്നെയാണ് നമ്മൾ ആ ഷീറ്റും കാര്യങ്ങളൊക്കെ കിട്ടിയത്. ഏതായാലും 2ാമത്തെ ദിവസം ആയ ഇന്ന് ഏതായാലും ഇപ്പം നിങ്ങൾക്ക് കാണാം വെയിലാണ്. അപ്പോൾ അതുകൊണ്ട് കാലാവസ്ഥ കുറച്ചൊക്കെ അവർക്ക് അനുകൂലമായിട്ട് വന്നു എന്ന് തന്നെ വിചാരിക്കുന്നു. അപ്പോൾ ആ ചേട്ടൻ്റെ ഒരു വിശ്വാസം അങ്ങനെ തന്നെയായിരുന്നു, മഴ പെയ്യില്ല എന്നുള്ളത് തന്നെയാണ്. അപ്പോൾ ഏതായാലും നടക്കട്ടെ, പരിപാടികൾ നടക്കട്ടെ. ഏതായാലും നമുക്ക് എത്രത്തോളം പണി ആയി എന്നുള്ളത് പോയി നോക്കാം കേട്ടോ. ഏതായാലും ഇന്ന് നല്ല വെയിലായിട്ടുണ്ട്. ഇന്നലത്തെ ഒരു അവസ്ഥ ഇങ്ങനെയൊന്നും അല്ലായിരുന്നു. മൊത്തം വെള്ളമായിട്ട് മഴ പെയ്തിട്ട് ആകെ കുളമായിട്ടായിരുന്നു. ഏതായാലും ഇവിടെ അവരെടുക്കുന്ന മണ്ണ് അങ്ങോട്ട് എടുത്തിട്ടേക്കുന്നത് നമുക്ക് കാണാം കേട്ടോ. അപ്പോൾ ഷീറ്റ് അതാ അവിടെ കാണാം. വലിയ ടാർപ്പ തന്നെയാണ് നമ്മളവിടെ ചുറ്റി കൊടുത്തിരിക്കുന്നത്. അത്ര ഏരിയ നനയാതിരിക്കാനായിട്ട് ഇന്നലെ അത് മേടിച്ച് കൊടുത്തതാണ്. ഏതായാലും പോയി നോക്കാം. ഞാനിപ്പോൾ വന്നപ്പോൾ ഇച്ചിരി വൈകി, ഒരു 10-12 മണിയൊക്കെ ആയി സമയം. പറഞ്ഞ പോലെ തന്നെ വെട്ടുകല്ലിൻ്റെ ഇതല്ലേ, അല്ല മൊത്തം വെട്ടുകല്ലിൻ്റെ സൈസ് മണ്ണാണ്. അത് ഇവർക്ക് സത്യം പറഞ്ഞാൽ അനുഗ്രഹമായിട്ടോ. അപ്പോൾ നമുക്ക് റിങ്ങില്ലാതെയും പരിപാടി നടത്താൻ കേട്ടോ. വലിയ കുഴപ്പമില്ല, ഇടിഞ്ഞു പോയില്ല. എപ്പോൾ തുടങ്ങി? രാവിലെ ആണോ? 8:30 അല്ലേ? ഒരാളും കൂടെ വരും എന്ന് പറഞ്ഞാൽ വന്നില്ല. നാളെ നോക്കട്ടെ. ഏതായാലും അതിനിടയ്ക്ക് ഞാൻ കഴിഞ്ഞ എപ്പിസോഡിൽ പറഞ്ഞിരുന്നു, രമേശാൻ്റെ വീടിൻ്റെ തൊട്ട് കുറച്ച് മുകളിലായിട്ട് തന്നെയാണ് അനീഷ് എന്ന് പറയുന്ന ഒരു 1.5-2 മാസത്തിനടുത്തായി ആ ഒരു സമയത്തിനുള്ളിൽ കാട്ടാന കൊലപ്പെടുത്തിയ അനീഷേൻ്റെ വീട്. അപ്പോൾ ആ പ്രദേശത്തേക്ക് ഒന്ന് പോവാം കേട്ടോ. ഇതിനിടയ്ക്ക് നമ്മൾ ഒരു പ്രാവശ്യം വന്നിരുന്നു. അന്ന് നമ്മൾ കണ്ടതാണ് അവിടെ അലാം സിസ്റ്റവും കാര്യങ്ങളൊക്കെ വെക്കുന്നതൊക്കെ നിങ്ങൾ കണ്ടതാണ്. അപ്പോൾ ഏതായാലും അതിനുശേഷം നമ്മൾ വീണ്ടും ആ പ്രദേശത്തേക്ക് എത്തിയിരിക്കണം. ഇങ്ങോട്ടാണ് അനീഷാൻ്റെ വീട്. ഇതൊക്കെ പുതിയതായിട്ട് സ്ഥാപിച്ച കേട്ടോ. ഇത് വഴിവിളക്കാണ്, ഹൈമാസ് ലൈറ്റ്. ഈ ഭാഗത്ത് സ്ഥിരം ആനകളുള്ളതുകൊണ്ട് ഒരു ലൈറ്റ് വളരെ അത്യാവശ്യമായിരുന്നു. പല എപ്പിസോഡുകളിലൂടെയും ആളുകൾ പറയുന്നത് നമ്മൾ കേട്ടാണ്. അവർക്കിവിടെ ഈ ഭാഗത്തൊരു വെളിച്ചവും ഒന്നുമില്ല എന്നുള്ളത്. പക്ഷേ ഇപ്പോഴാണ് ഈ ലൈറ്റ് ഇവർക്ക് വെച്ച് കൊടുത്തത് കേട്ടോ. കഴിഞ്ഞ പ്രാവശ്യം നമ്മൾ വന്നപ്പോൾ ഇതില്ലായിരുന്നു. ഇത് അധികം നാളായിട്ടില്ല. മണ്ണൊക്കെ മാന്തിയിട്ടേക്കുന്ന കാണുമ്പോൾ തന്നെ അറിയാം അധികം നാളായിട്ടില്ല. ഏതായാലും അവസാനം അവർക്കത് ചെയ്ത് കിട്ടി കേട്ടോ. നമ്മൾ 2ാമത് വന്നപ്പോൾ ഈ പ്രദേശം കാടൊക്കെ തെളിഞ്ഞാണ് കിടന്നത്.
നമ്മൾ കണ്ടിരുന്നു, ഇവിടെയൊക്കെ കാടൊക്കെ തെളിച്ചിരുന്നു. പക്ഷെ ഇപ്പോൾ വീണ്ടും അതേ പുല്ല് ഈ പ്രദേശത്ത് മുഴുവനായി കേട്ടോ. ഏതായാലും ഇപ്പോൾ അവരുടെ വീടിൻ്റെ മുറ്റം വരെ വഴിയാക്കിയിരിക്കുകയാണ്. നമ്മൾ ഇതിന് തൊട്ട് മുന്നേ വന്നപ്പോൾ നമ്മൾ കണ്ടാണ് ഏകദേശം ഈ താഴെ ഭാഗത്തായിരുന്നു നമ്മൾ വന്നുകൊണ്ടിരുന്നത്. ഏതായാലും ഇപ്പോൾ അവർക്ക് ഇവിടം വരെ വഴിയാക്കിയിരിക്കുകയാണ് കേട്ടോ. നമുക്ക് ഏതായാലും വീട്ടിൽ വരാമെന്ന് ചെന്ന് ചോദിക്കാം അവരുടെ സ്ഥിതി എന്താണെന്നുള്ളത്. അപ്പോൾ ഏതായാലും ഇതാണ് അനീഷേൻ്റെ ഭാര്യ. ചേച്ചിയുടെ പേരെങ്ങനെയായിരുന്നു? അമ്പിളി. അന്ന് ഈ അലാം സിസ്റ്റം വെച്ചതിന് ശേഷമേ പിന്നെ ആന ഇങ്ങോട്ട് വന്നായിരുന്നു? വന്നിട്ടോ? വന്നിട്ട് ഒരു തള്ളയും കുഞ്ഞ് പ്ലാവിന്റെ ചോട്ടി കൂടെ വന്നിട്ട് ഈ അലാം കരഞ്ഞപ്പോഴത്തേനും ഇതന്നെ ഓടിപ്പോയി. ഇവരെ വീടിന്റെ മുമ്പിൽ കൂടെ മാവിന്റെ ചോട്ടി കൂടെ അങ്ങ് ഇറങ്ങിപ്പോയി. പിന്നെ അത് കഴിഞ്ഞിട്ട് ഈ കഴിഞ്ഞതിന്റെ മുമ്പത്തെ ആഴ്ച ഇതില് പിന്നെ അവരെ വീടിന്റെ ബേക്കിൽ കൂടെ ഇങ്ങനെ വന്നിട്ട് ഈ സൈഡിൽ കൂടെ അങ്ങ് പോയി. അതേതാ മോടിയാന്ന് ഞങ്ങൾക്കൊരു സംശയം ഉണ്ടായിരുന്നു. വലിയ ചൂടായിരുന്നു, വലിയ ചൂടായിരുന്നു അതിന്റെ. ആനയെ കണ്ടില്ല, മഴയായിരുന്നു അന്നേരം. ആനയെ കണ്ടില്ല. നേരം വെളുത്ത് ഞങ്ങൾ വെള്ളം എടുക്കാൻ പോകുമ്പോ വഴിക്ക് ഇങ്ങനെ അടയാളം കണ്ടപ്പോ, ആ ചൂട് കണ്ടപ്പോ ഞങ്ങൾക്കൊരു അന്ന് അലറാം അടിച്ച് ഞങ്ങൾ ശ്രദ്ധിച്ചില്ല. അന്ന് നല്ല മഴയായിരുന്നു രാത്രിക്ക്, അതുകൊണ്ടൊന്നും ശ്രദ്ധിച്ചില്ല. ആന വന്നു പറഞ്ഞു ഞങ്ങള്. ഇല്ല ഇങ്ങനെ വന്നു പോവേ ഉള്ളൂ. നമ്മുടെ വീടിന്റെ അങ്ങോട്ട് ഇല്ലില്ല, അങ്ങനെ ഒരു ശല്യം ഇല്ല. ഇതിങ്ങനെ ഒരു വട്ടം അവിടെ ഇങ്ങനെ വന്നിട്ട് അത് കണ്ടില്ല, റബ്ബറിന്റെ ആ സൈഡില് ഇടിച്ചത് ആനയായിരുന്നു. അവിടം വരെ വന്നപ്പോ ഈ സാധനം കരിഞ്ഞു. ഈ അലറാം കരിഞ്ഞപ്പോഴത്തേനും കരിഞ്ഞപ്പോഴത്തേനും അത് തിരിച്ച് അതിലെ റബ്ബറിനകത്തൂടെ കയറിപ്പോയി. ആ 2-3 വട്ടമായിട്ട് അങ്ങനെ ഇത് വെച്ച ഈ അലറാം വെച്ച പിന്നെ വന്ന് പോയിട്ടുണ്ട്. പിന്നെ വീടിന്റെ മുറ്റത്തോട്ട് അങ്ങനെ അടുക്കുന്നില്ലെന്നേ ഉള്ളൂ. അതൊരു ഭാഗ്യം. ഇത്ര ശല്യം കുറഞ്ഞു കിട്ടുന്നുണ്ടല്ലോ എന്നൊരു സമാധാനം. ഇത് പിന്നെ പട്ടികജാതി വകുപ്പിന്റെ വകയിൽ ഒരു 2 ലക്ഷം കിട്ടിയായിരുന്നു എന്റെ അക്കൗണ്ടിൽ ഇട്ടിട്ടായിരുന്നു. അപ്പൊ കക്കൂസിന്റെ ബാത്റൂമിന്റെ പണി ഇങ്ങനെ എടുത്തോണ്ടിരിക്കുക ഞാൻ. ആ പൈസക്ക് ഇങ്ങനെ ചെയ്തോണ്ടിരിക്കുക. അപ്പൊ ബാക്കി 5 ലക്ഷം അത് പിള്ളേരെ അക്കൗണ്ടിലോട്ട് മാറ്റിയേക്കും. അത് എടുക്കാൻ പറ്റില്ല. അതിപ്പോ 1 വർഷം കഴിഞ്ഞെങ്കിൽ അതിന്റെ ഇടപാട് നടത്താൻ പറ്റും. അപ്പൊ അത് അവരെ വിദ്യാഭ്യാസത്തിന് എന്തെങ്കിലും ആവശ്യത്തിന് എടുക്കാമെന്ന് ഓർത്തിട്ട് അത് മാറ്റി. ഇപ്പൊ ഈ 2 ലക്ഷം എടുത്തിട്ട് ഇപ്പൊ ഞങ്ങളുടെ ആവശ്യങ്ങളൊക്കെ നടത്തിക്കൊണ്ടിരിക്കുക. ബാത്റൂമിന്റെ കാര്യമൊക്കെ അത് ഞാൻ ആ പൈസക്ക് ആക്കിയതല്ല, വഴിയാക്കി. പിന്നെ പുള്ളിനെ അടക്കിയ സ്ഥലം എന്ന് വെച്ചാൽ കുന്നും ചെരുവല്ലേ, വെള്ളം ഇങ്ങനെ ഒഴുകി ഇറങ്ങി വരുന്ന സ്ഥലമായതുകൊണ്ട് അപ്പൊ അതിങ്ങനെ കെട്ടി അങ്ങനെ പിന്നെ കല്ല് വെച്ച് കെട്ടി ഇതൊക്കെ ആക്കി. നമ്മളെല്ലാം ഇങ്ങനെ വെറുതെ അനാവശ്യമായിട്ട് കളയണ്ടല്ലോ, എന്തെങ്കിലും ഉപകാരമുള്ളത് ചെയ്യാന്നോർത്തു. രമേശന്റെ വീട് ഇവിടെ തൊട്ട് താഴെയല്ലേ? ഇവിടെ രാവിലെ വന്നിട്ടുണ്ടായിരുന്നു. ഞങ്ങള് അതിലെ പോകുന്നു, കിണറിന്റെ പണി നടക്കുന്നുണ്ട് രാവിലെ വന്നിട്ട്. അപ്പൊ അത് കാണാൻ പോകാന്ന് ഓർത്തിട്ട് ഞങ്ങള് അവിടെ ചോദിച്ചെന്നുള്ളത്. അവിടെ ഇങ്ങോട്ട് എത്ര ദൂരമുണ്ട്? അവിടുന്നാ ഇവിടുന്ന് ഇപ്പം ഒരു 3 ഏക്കർ സ്ഥലത്തിന്റെ ഇപ്പുറം അല്ലേ ഇത്? അവര് പിന്നെ 2 ഏക്കർ അവിടെ ഒരു ഓമന എന്ന് പറയും പുള്ളിക്കാർ. അപ്പൊ 2 ഏക്കർ കഴിഞ്ഞാൽ ഇവിടെ എത്തി. അങ്ങനെയല്ലേ? ഒരു 3 ഏക്കർ ഉണ്ടായിരിക്കും. ഇടയ്ക്ക് ഒരു കുറച്ച് സ്ഥലം ബാക്കി കിടപ്പുണ്ട്. നിങ്ങളുടെ വെള്ളത്തിന്റെ പ്രശ്നം പരിഹരിച്ചു. എങ്ങനെയാന്ന് വെച്ചാൽ അത് പിന്നെ കുഴിയില്ലേ, ഞാൻ അങ്ങ് തോട്ടിന്ന് രമേശേട്ടനൊക്കെ പൈപ്പിട്ട തോട് തന്നെ, ആ തോടിന്റെ മേലെ ഭാഗം അവിടുന്ന് ഒരു കുഴി പോലെ, അവിടെ ഞങ്ങളും കുഴി പോലെ ആക്കി. അവിടുന്ന് പൈപ്പ് വെള്ളം കറുത്ത പൈപ്പില്ലേ, ആ പൈപ്പ് ഇട്ട് ഇവിടെ ഒരു കുളം പോലെ ആക്കി. ആൾക്കാരെ നിർത്തി ഞാനൊരു വലിയ കുളം പോലെ ആക്കി. പിന്നെ അതില് വെള്ളം ഇങ്ങനെ ശേഖരിച്ചിട്ട് മോട്ടർ മേടിച്ച് മോട്ടർ അതിനകത്ത് ഇട്ട് ഇപ്പം വെള്ളം ഇങ്ങോട്ട് അടിച്ചു കയറ്റി അങ്ങോട്ട് അങ്ങനെ അങ്ങോട്ട് പോകാൻ പറ്റാത്തൊരു സാഹചര്യം ആയതുകൊണ്ട് ആ പൈസക്ക് ഞാൻ ഈ കാര്യങ്ങളൊക്കെ ചെയ്തോണ്ടിരിക്കും. ഇപ്പൊ ഈ കുഞ്ഞുങ്ങളെ കൊണ്ട് വെള്ളത്തിന് അങ്ങോട്ടും ഓടാൻ കഴിയില്ല, മഴക്കാലത്തല്ലേ. അതുകൊണ്ട് അങ്ങനെ അത് പരിഹരിച്ചു. കക്കൂസ് ബേക്ക് വശം. നമുക്കറിയാം അന്ന് അനീഷേട്ടന് ഇവിടെ ആണ് അന്ന് ആന ഈ ഒരു ഭാഗത്താണ് ആന കൊലപ്പെടുത്തിയത്. അത് അതിന് കാരണമായത് ഇവരുടെ ടോയ്ലറ്റ് പുറത്തായിരുന്നു. ടോയ്ലറ്റിലേക്ക് പോകാൻ വേണ്ടി മുറ്റത്തേക്ക് ഇറങ്ങിയപ്പോഴാണ് സംഭവം നടന്നത്. ഇപ്പോൾ ഒരു കക്കൂസ് ഇവിടെ ടോയ്ലറ്റ് ചെയ്യുന്നല്ലേ, പുറത്തേക്ക് പോകേണ്ട ആവശ്യമില്ലല്ലോ അല്ലേ? ആ ഒരു ടോയ്ലറ്റിൻ്റെ പ്രശ്നം കൊണ്ടാട്ടോ ഒരു ജീവൻ നഷ്ടപ്പെട്ടത്. നമ്മൾ ആലോചിച്ച് നോക്കണം. ഇതിപ്പോൾ ചേച്ചി ആ ചേട്ടൻ മരിച്ചതിന് നമുക്ക് നഷ്ടപരിഹാരം കിട്ടിയതിൻ്റെ പൈസ വെച്ചിട്ടാണ് ഇതൊക്കെ ചെയ്തുകൊണ്ടിരിക്കുന്നത് കേട്ടോ. കുടിവെള്ളത്തിന്റെ കാര്യം കൂടെ ഒന്ന് അന്വേഷിക്കാൻ അന്ന് ചേച്ചി പറഞ്ഞിട്ടാണ് വെള്ളത്തിന്റെ പ്രശ്നമാണ്. ഞാൻ ഈ പൈസക്ക് തന്നെ അത് ഒരു തൽക്കാലം ഒരു പരിഹാരം. വേനലായ പിന്നെ ആ കുഴിയിൽ വെള്ളം നിൽക്കൂല. രമേശൻ പറഞ്ഞില്ലേ, തോൾ മൊത്തം പറ്റും, പിന്നെ കുഴിയിൽ വെള്ളം നിൽക്കൂല. പിന്നെ ഇവരെ തന്നെ ആശ്രയിക്കണം. പഞ്ചായത്തിന്റെ വെള്ളം ഇങ്ങനെ കൊണ്ടുവന്ന് അങ്ങനെ ആശ്രയം. അത് സ്ഥിരം കിട്ടുകയില്ല. ഇതിപ്പോ ഇങ്ങനെ ഇങ്ങോട്ടും കേറുന്നുമില്ല, വഴിയൊന്നും നല്ലതല്ലല്ലോ. അപ്പൊ ഈ വഴിയുടെ അളവിന്റെ അടുത്ത് പോയതാ. ഇതുവരെയായിട്ട് അതിനൊരു ഇത് കണ്ടില്ല. അവര് ഇലക്ഷൻ ജയിച്ച് നമുക്ക് അതിന്റെ നടപടികളൊക്കെ എടുക്കാന്നൊക്കെ അവർ തീരുമാനം പറഞ്ഞ് മെമ്പർമാരും ഇപ്പൊ എല്ലാവരും സ്ഥാനത്തിരിക്കുന്നവർ അവർ തീരുമാനം പറഞ്ഞ് പോയതാ. ഞങ്ങൾ ജയിപ്പിച്ചു കഴിഞ്ഞാൽ ഞങ്ങൾ ഇതിന്റെ എല്ലാ കാര്യങ്ങളും ഞങ്ങൾ ചെയ്തേക്കാന്നും പറഞ്ഞ് ഞങ്ങളോട് വാക്കും പറഞ്ഞു പോയിട്ട് അളവൊക്കെ എടുത്തു പോയി. ഇപ്പൊ മഴക്കാലം തുടങ്ങി.
ഇപ്പൊ ഇങ്ങോട്ടുള്ള ദുരിതം ഒരു അരി ചുമന്ന് അവിടെ നിന്ന് എടുത്തോണ്ട് വരാൻ പറ്റാത്ത സാഹചര്യം അവിടെ തൊട്ട് ചുമക്കണം അങ്ങ് വരെ ആൾക്കാർ താമസിക്കുന്നുണ്ട്. അവിടെ തൊട്ട് ചുമന്ന് വേണം. ഈ പ്രായമുള്ളവർ വരെ ഉണ്ട്, അവർ ചുമന്നിട്ട് അരി എത്തിക്കുന്നത്. ഒരു വണ്ടി പോകാൻ പറ്റുന്ന സാഹചര്യമല്ല ഇപ്പൊ. ആ റോഡൊന്ന് പരിഹരിക്കണം, എത്ര ആൾക്ക് ഉപകാരമായിരുന്നു. പിന്നെ വരുന്ന സ്ഥലം പിന്നാന്ന് പിന്നെ ആന ഓടിക്കുന്ന സമയം, പിന്നെ ഗജമുക്തി ആന ഓടിക്കുന്ന സമയത്ത് അരിയും മേടിച്ച് കുറച്ച് പേര് വരുന്നുണ്ട്. അപ്പം അവരോട് പറഞ്ഞു, അരട്ടികളോട് പറഞ്ഞു ഞങ്ങളുടെ അരിയൊന്നും അങ്ങ് അവിടെ വരെ എത്തിക്കാൻ പറഞ്ഞു. അങ്ങനെ അവര് വണ്ടി കയറ്റി അരി പകുതി വരെ വണ്ടി താന്നു, കുഴിക്കാത്താന്നു. പിന്നെ അവിടെ നിന്ന് അവര് ചുമന്ന് വീട്ടിലോട്ട് കൊണ്ടുപോകേണ്ട അവസ്ഥ വന്നു. അങ്ങനത്തെ സാഹചര്യമൊക്കെ ഉള്ളത്. പെട്ടെന്ന് ആ സമയത്ത് വല്ല ആനേനെയൊക്കെ കാണുവാണെങ്കിൽ എന്നാ ചെയ്യാൻ പറ്റും? റോഡ് വെള്ളം അങ്ങനെയുള്ള കാര്യങ്ങളാണ് ഇപ്പൊ ഇവിടെ ഒന്നും ശരിയാകാത്തത്. നാലഞ്ച് കുടുംബക്കാരുണ്ട് അവിടെ. അവിടെ ഒരു പിന്നെ മിനി ഉഷ പിന്നെ ശശി എന്ന് പറഞ്ഞ അവരുടെ വീടിന്റെ തൊട്ട് ബേക്കിൽ കൂടെ ആന ഇങ്ങനെ പാസ് ചെയ്ത് പോന്ന അതിന്റെ ബേക്കിൽ കൂടെ ഫെൻസിങ് ഉള്ളത്. ഫെൻസിങ് ചില സമയത്ത് ഇല്ലല്ലോ, അപ്പൊ ഇല്ലാത്ത സമയങ്ങളിൽ ഓട്ടോ ഇല്ല സമയത്ത് ആന കിടക്കും. പിന്നെ അവര് അന്ന് ആന വരുമ്പോ വീടിനകത്തോട്ട് ഓടിക്കേറും. ദുരിതം തന്നെ ജീവിതം. ഇപ്പൊ മതിലിന്റെ പണി എപ്പം കഴിയുമെന്ന് ഓർത്തിരിക്കുക. മതിലിന്റെ പണി അതും പൂർത്തിയാകുന്നില്ല. ഫെൻസിങ് ആണ്, ഫെൻസിങ് ഓരോ സാധനങ്ങൾ നശിപ്പിച്ചോണ്ടിരിക്കുക. അതെ. ഏതായാലും താൽക്കാലികമായിട്ടെങ്കിലും അങ്ങനെ ഒരു സംഭവം ഇവിടെ കൊണ്ടുവന്ന് വെച്ചുകൊണ്ട് ആന 2-3 പ്രാവശ്യം ഇവിടെ വന്ന സമയത്തൊക്കെ ഇത് അടിച്ചു. ആന വഴി മാറി അല്ലെങ്കിൽ ഓടിപ്പോയി എന്നാണ് പറഞ്ഞത് കേട്ടോ. ഞാൻ ഇവിടം വരെ തൊട്ട് താഴെയാണ് രമേശേൻ്റെ വീട്. അവിടെ വരെ വന്നപ്പോൾ ഇവരുടെ കാര്യം അന്വേഷിക്കാൻ വേണ്ടി വന്നതാണ് കേട്ടോ. പറയാല്ലേ? അതെ അതെ, ഇതാണ് കക്കൂസ്. വലിയ കക്കൂസാണ് കേട്ടോ. ഉള്ള പൈസയ്ക്ക് അവർ അവരുടെ സാമ്പത്തികം പോലെ ഓരോ സൗകര്യങ്ങൾ ചെയ്യുന്ന കേട്ടോ. ഇതൊന്നും ഇല്ലാത്തതുകൊണ്ടാണ് അന്ന് ഈ അപകടമൊക്കെ ഉണ്ടായത്. പോവാം. നമ്മളേതായാലും രമേശേട്ടൻ്റെ കിണർ പണിയുടെ 2ാം ദിവസമാണിന്ന്. കിണർ പണിയുടെ പണി കാര്യങ്ങളൊക്കെ നമ്മൾ കണ്ടു. അതുപോലെ തന്നെ നമ്മൾ ഞാൻ പറഞ്ഞിരുന്നു തൊട്ട് മുകളാണ് അനീഷ് എന്ന് പറയുന്ന കാട്ടാന കൊലപ്പെടുത്തിയ ആ ചേട്ടൻ്റെ വീട്. നമ്മൾ ഇതിനു മുന്നേ പല എപ്പിസോഡുകളിലും കണ്ടിട്ടുള്ളതാണ്. അപ്പോൾ ആ ഒരു പ്രദേശത്തേക്ക് നമ്മളിന്ന് ചെന്നു. അവരുടെ ഒരു സ്ഥിതിയൊക്കെ ഒന്ന് അറിയാമെന്ന് വിചാരിച്ചു. തൊട്ടടുത്ത് കിടക്കുന്ന ഒരു വീടായതുകൊണ്ടൊന്ന് കയറി പോകാമെന്ന് വിചാരിച്ചു. കാരണം നമ്മുടെ ഒരു വീഡിയോ കണ്ടിട്ടാണ് അവർക്ക് അലാം സിസ്റ്റം അവിടെ ഒരുക്കി കൊടുത്തത്. അപ്പോൾ ആ വീഡിയോയിലൂടെ അന്ന് ഞാൻ അതിൻ്റെ ബന്ധപ്പെട്ട ആളുകളോട് ആവശ്യപ്പെട്ടിരുന്നു അവർക്കൊരു അലാം സിസ്റ്റം വെച്ച് കൊടുക്കുവാനില്ല. കാരണം മോഴയാന, അതായത് അനീഷേട്ടനെ കൊന്ന ആ ഒരു മോഴയാന പല ദിവസങ്ങളിലും ഇവരുടെ വീടിൻ്റെ പരിസരത്ത് വന്ന് ആ വീടിൻ്റെ മുമ്പിൽ വന്ന് ഇവരെ തന്നെ നോക്കി നിൽക്കുന്നുണ്ട് എന്നുള്ളൊരു കാര്യം. അപ്പോൾ അത് എത്രത്തോളം ഡേഞ്ചറസ് ആയിട്ടുള്ള സിറ്റുവേഷനാണ് അന്ന് ആ ഒരു എപ്പിസോഡിലൂടെ നിങ്ങൾക്ക് മനസ്സിലായതായിരിക്കും. അപ്പോൾ അങ്ങനെ അവർക്ക് ആ ഒരു അലാം സിസ്റ്റം അവരുടെ വീടിൻ്റെ മുൻവശത്ത് തന്നെ വെച്ച് കൊടുത്തു. അതിനുശേഷം ഇപ്പോൾ ആ ചേച്ചി പറഞ്ഞ കാര്യങ്ങളായിട്ട് 3 പ്രാവശ്യം ഈ പ്രദേശത്തേക്ക് ആന അതിനുശേഷം, അതായത് ഇപ്പോൾ ഒരു മാസത്തിനിടയ്ക്കത്തെ കഥയാണ് ഈ പറയുന്നത്. 3 പ്രാവശ്യം ഇങ്ങോട്ട് പല ആനകളായിട്ട് വന്നിരുന്നു. മോഴയാനയും വന്നിരുന്നു. അലാറം 3 പ്രാവശ്യവും അടിച്ചപ്പോൾ ആന പെട്ടെന്ന് പേടിച്ച് വരണ്ട് ഓടി പോവുകയായിരുന്നു എന്നാണ്. അവരുടെ മുറ്റത്തേക്ക് കയറാനായിട്ട് നിന്നില്ല എന്നാണ് പറഞ്ഞത്. അപ്പോൾ ഏതായാലും ആ സംഭവം വെച്ചുകൊണ്ട് ഡിവൈസ് വെച്ചതുകൊണ്ട് അവർക്ക് ഉപകാരം ഉണ്ടായിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അത് വലിയൊരു കാര്യമായി. ഏതായാലും രമേശൻ്റെ കിണറിൻ്റെ പണി നടന്നുകൊണ്ടിരിക്കുകയാണ്. നിങ്ങൾ കണ്ടല്ലോ, ഈ കാലാവസ്ഥയും ഒക്കെ വകവെക്കാതെ പണി തുടങ്ങിയാണ്. പക്ഷേ ഇന്ന് ഒരു വെയിലുള്ള ദിവസം കിട്ടിയതുകൊണ്ട് വലിയ ബുദ്ധിമുട്ട് വന്നില്ല. ഏതായാലും കുറച്ച് ദിവസം എടുക്കും ഇതിൻ്റെ പണി തീരണമെങ്കിൽ. ഏതായാലും നിങ്ങൾ പ്രേക്ഷകരായിട്ടുള്ള ആളുകളുടെയൊക്കെ ഒരു പ്രാർത്ഥനയും സപ്പോർട്ടും അവർ ആഗ്രഹിക്കുന്നുണ്ട്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെ പണി ഒന്ന് സ്മൂത്തായിട്ട്, കാലാവസ്ഥ പ്രതികൂലമാകാതെ അതൊന്ന് പണി തീർന്ന്, മാത്രമല്ല അവർക്കൊന്ന് വെള്ളം കിട്ടിയാൽ മതിയായിരുന്നു എന്ന് മാത്രമേ ഉള്ളൂ. കാരണം കിണറിൻ്റെ കാര്യമാണ്, നമ്മൾ വിചാരിക്കുന്ന പോലെ ഒന്നും നടക്കില്ല എന്നറിയാം. പക്ഷെ എന്നാലും
അവരുടെ വെള്ളത്തിൻ്റെ ഒരു പ്രശ്നം എങ്ങനെയെങ്കിലും പരിഹരിക്കാൻ പറ്റുമോ എന്നുള്ളൊരു ശ്രമത്തിൻ്റെ ഭാഗമായിട്ടാണ്. നമുക്കറിയാം അമേരിക്കയിൽ നിന്നുള്ള മേഴ്സി ചേച്ചിയാണ് നമുക്കിതിന് വേണ്ടിയിട്ട് ആ കിണറിന് സ്പോൺസർ ചെയ്തിരിക്കുന്നത്. അപ്പോൾ ആ ഒരു കിണർ കുഴിച്ച് അവർക്ക് വെള്ളം കിട്ടട്ടെ എന്ന് മാത്രമേ നമുക്ക് പറയാനുള്ളൂ. ഇന്നിപ്പോൾ 2ാമത്തെ ദിവസമാണ്. എല്ലാ ദിവസവും ഞാൻ വീഡിയോ ഇതിനകത്ത് കാണിക്കുന്നില്ല. ഒരുപക്ഷെ അതിൻ്റെ ഫോട്ടോസും കാര്യങ്ങളൊക്കെ ഞാൻ നമ്മുടെ സ്റ്റാറ്റസായിട്ടോ ഒക്കെ അപ്ലോഡ് ചെയ്യുന്ന സ്റ്റാറ്റസായിട്ടോ പോസ്റ്റായിട്ടോ സ്റ്റോറി ആയിട്ടൊക്കെ ഇടുന്നതായിരിക്കും കേട്ടോ, ഇൻസ്റ്റാഗ്രാമിലും ഫേസ്ബുക്കിലും യൂട്യൂബിലും. അപ്പം എല്ലാ ദിവസവും വീഡിയോ ആക്കി കഴിഞ്ഞാൽ അത് നിങ്ങൾക്കും ഒരു ബോറാവും. ഏതായാലും നമ്മൾ ഇനി ഒരു 4ാമത്തെ 5ാമത്തെ ദിവസം ഒരു വീഡിയോ എടുക്കും. അതിനുശേഷം കിണറിൻ്റെ പണി തീരാറാകുമ്പോഴും ഒരു വീഡിയോ എടുക്കും കേട്ടോ. ഏതായാലും ഇത്രയൊക്കെയാണ് നമുക്ക് വീഡിയോയിൽ കാണിക്കുന്നത്. അപ്പോൾ വീണ്ടും മറ്റൊരു ദിവസം മറ്റൊരു എപ്പിസോഡുമായി വീണ്ടും കാണാം. താങ്ക് യു.